വാർത്തയിലേക്ക്. ജമ്മു കശ്മീരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് കൂടി വീരമൃത്യു. പൂഞ്ച് മേഖലയിൽ നർഗാസ് വന അതിർത്തിയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. KP അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ, കശ്മീരിൽ ഏറ്റുമുട്ടൽ ഒരു പതിവ് കാഴ്ചയാവുകയാണ്. നമ്മുടെ സൈനികർക്ക് ജീവൻ നഷ്ടമാകുന്ന കാഴ്ചയാണ്. ഇതിനു മുൻപും സമാനമായ രീതിയിലാണ് ഉണ്ടായത്. ഇതെപ്പോഴാണ് സംഭവം? എന്താണ് വിശദാംശങ്ങൾ? ദിവ്യ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ സംയുക്തമായ ഓപ്പറേഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ ദിവസങ്ങളിലാണ് ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യു വരിച്ചിട്ടുള്ളത്. ഇപ്പോഴുണ്ടായിട്ടുള്ള സംഭവം ഇന്നലെ രാത്രിയാണ്. പൂഞ്ച് ജില്ലയിലെ മെന്തറിൽ നർക്കാസ് വനത്തിനുള്ളിൽ ആണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഈ ഏറ്റുമുട്ടലിലാണ് ജൂനിയർ കമ്മീഷൻ ഓഫീസറും ഒരു ജവാനും വീരമൃത്യു വരിച്ചത്. ഇരുവർക്കും ഈ ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. നേരത്തെ മുതൽ തന്നെ സംയുക്തമായി തന്നെ സൈന്യം തെരച്ചിലുകൾ ആരംഭിച്ചതാണ്. ഇന്നലെ വൈകിട്ട് മുതൽ തീവ്രവാദികളുമായി കനത്ത ഏറ്റുമുട്ടലാണ് മേഖലയിൽ നടക്കുന്നത് എന്നാണ് ഇപ്പോഴും റിപ്പോർട്ട്. ഈ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. വെടിവെപ്പ് രൂക്ഷമായതിനെ തുടർന്ന് രജൌരി പൂഞ്ച് ദേശീയപാത താൽക്കാലികമായി ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയുമാണ്. സൈന്യം തന്നെയാണ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തിങ്കളാഴ്ച ആരംഭിച്ച ഏറ്റുമുട്ടലിന്റെ ഭാഗമായാണ് കൊല്ലം സ്വദേശിയായ വൈശാഖ് ഉൾപ്പെടെ 5 സൈനികർ വീരമൃത്യു വരിച്ചത്. ഇതേ തുടർന്നായിരുന്നു സംയുക്തമായ ഒരു ഓപ്പറേഷൻ ആരംഭിച്ചത്. പിന്നീട് 5 ഭീകരരെ ഉൾപ്പെടെ ഇന്ത്യൻ സൈന്യം വകവരുത്തുകയും ചെയ്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇതിന് ഒപ്പം തന്നെ ഉത്സവ സീസൺ ആയതിനാൽ തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സ്ഫോടനം ഉൾപ്പെടെ ആസൂത്രണം ചെയ്ത നിരവധി ആളുകളെ, ഭീകരപ്രവർത്തനത്തിൽ വ്യാപൃതരായ നിരവധി ആളുകളെ പിടികൂടുകയും ചെയ്തു. ഇടയ്ക്ക് പാകിസ്ഥാൻ പൗരനെ പിടികൂടിയ സംഭവമുണ്ടായി. ഇത്തരത്തിൽ വ്യാപകമായ തിരച്ചിൽ രാജ്യത്ത് തുടരുകയാണ്. അതോടൊപ്പം തന്നെയാണ് ജമ്മു കശ്മീരിൽ അതിശക്തമായ തിരച്ചിലും ഏറ്റുമുട്ടലുകളും തുടരുന്നത്. അഭിലാഷ്, അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ, ഈ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ അവസാനിപ്പിക്കാൻ ഉദ്യോഗസ്ഥതല ചർച്ചകൾക്കോ മറ്റോ നീക്കമുണ്ടോ? ദിവ്യ, നിലവിൽ നടക്കുന്നത് ഭീകരരുമായുള്ള ഏറ്റുമുട്ടലാണ്. അതുകൊണ്ട് തന്നെ ആ ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കുക എന്നത് സാധ്യമാകുന്ന ഒന്നല്ല. സംയുക്തമായാണ് വിവിധ സേനാ വിഭാഗങ്ങൾ സംയുക്തമായാണ് ഇത്തരത്തിൽ തെരച്ചിൽ അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീവ്രവാദികൾ കൂടുതലായി നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും സൈന്യത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലടക്കം കൂടുതൽ തീവ്രവാദികൾ ഈ പ്രദേശത്തേക്ക് കടന്നിട്ടുണ്ട് എന്നും അവർ പല മേഖലകളിലായി ഒളിച്ചിരിക്കുകയാണ് എന്നുമുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ അതിശക്തമായ തെരച്ചിൽ തുടരുകയും ഈ ഭീകരരെയെല്ലാം തുരത്തുന്നതിനുള്ള നടപടികൾ നടക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയത്. വേണ്ടി വന്നാൽ ഇനിയും മിന്നലാക്രമണം നടത്താൻ തങ്ങൾ ഒരുക്കമാണ്. അതിർത്തി കടന്നുള്ള ഏതൊരു ആക്രമണത്തെയും നോക്കി നിൽക്കാനാവില്ല, അത് ഇന്ത്യക്ക് സഹിക്കാനാവില്ല എന്ന തരത്തിൽ തന്നെയുള്ള പരാമർശം നടത്തിയത് ഈ കടന്നുകയറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ഇപ്പോഴും ഇന്ത്യയുടെ പ്രതീക്ഷയും കണ്ടെത്തലും എല്ലാം തന്നെ ഇത് പാകിസ്ഥാന്റെ അനുമതിയോടുകൂടി തന്നെ, പാക് സൈന്യത്തിന്റെ സഹായത്തോടു കൂടിയുള്ള കടന്നുകയറ്റങ്ങളും ഇന്ത്യയിലേക്ക് തീവ്രവാദ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതുമായി തന്നെയാണ്. അത് അനുവദിക്കില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത വളരെ വിദൂരമാണ്. മറിച്ച് സൈനികർ ഈ തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യുക എന്നത് തന്നെയാണ് ഇന്ത്യയുടെ പോളിസി. KP അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്. വിജയദശമി ദിനത്തിൽ ആദ്യാക്ഷരം കുറിച്ച് ആയിരക്കണക്കിന് കുരുന്നുകൾ. ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും പുലർച്ചെ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കമായി. ഗുരുവായൂരിലും തുഞ്ചൻ പറമ്പിലും ഇക്കുറി എഴുത്തിനിരുത്തലില്ല. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര നട പുലർച്ചെ 4-ന് തന്നെ തുറന്നു. മഞ്ഞൾ പെണ്ണ് പോലെ പിടിച്ചിട്ട് എഴുതിക്കണം. വിശദാംശങ്ങളുമായി SS ശരൺ തിരുവനന്തപുരത്ത് നിന്ന്. SS ശരൺ തിരുവനന്തപുരത്ത് നിന്നൊപ്പം G ശ്രീജിത്തും ചേരുന്നു. ശരൺ തുഞ്ചൻ സ്മാരകത്തിലാണുള്ളത് തിരുവനന്തപുരത്തെ. ശരൺ, അവിടെ ആദ്യാക്ഷരം കുറിക്കാൻ വലിയ തിരക്ക് തന്നെയാണോ? എങ്ങനെയാണ് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ക്രമീകരണങ്ങളൊക്കെ?
ദിവ്യ, തിരുവനന്തപുരത്തെ വിവിധ കേന്ദ്രങ്ങളിലായിട്ട് വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് മണക്കാട് തുഞ്ചൻ സ്മാരകത്തിലാണ്. നമുക്കിവിടെ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് നിരവധി കുരുന്നുകളാണ് ഇവിടെ ആദ്യാക്ഷരം കുറിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. 7:30ക്കാണ് ഇവിടെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നത്. ഇതിന് പിന്നാലെ കൃത്യമായ ക്രമീകരണങ്ങൾ അടക്കം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കോവിഡ് സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കുരുന്നുകളെ സംബന്ധിച്ച് വളരെ സുരക്ഷിതരായി അവരെ ഈ എഴുത്തിനിരുത്തേണ്ടതുണ്ട്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ നമുക്ക് ഇവിടെ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ തുഞ്ചൻ പറമ്പിൽ നിന്നുമാണ് ഈ മണൽ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. അതായത് ഈ അവിടെ നിന്ന് കൊണ്ടുവന്ന മണൽ ഇവിടെ പൂജയ്ക്ക് വയ്ക്കുകയും അതിനുശേഷം ഈ മണലും അരിയും ഉപയോഗിച്ചാണ് ഈ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ അത് കൃത്യമായി വ്യക്തമാണത്. ഇതോടൊപ്പം തന്നെയാണ് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലും ഈ വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പുലർച്ചെ 5:30ക്കാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് രക്ഷിതാക്കൾ തന്നെ ആചാര്യന്മാരായി മാറുന്നു എന്നുള്ളതാണ്. അതായത് കോവിഡ് സാഹചര്യത്തിൽ പ്രമുഖരുടെ സാന്നിധ്യത്തിലല്ല അവിടെ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നത്. അവിടെ പ്രധാനമായും രക്ഷിതാക്കൾ തന്നെ ആചാര്യന്മാരായി മാറുന്നുണ്ട്. എന്നാൽ ഇവിടെ പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ പ്രമുഖർ തന്നെയാണ് ഈ കുരുന്നുകളെ എഴുത്തിനിരുത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ സംഗീതത്തിലും ചിത്രകലയിലും നൃത്തത്തിലുമെല്ലാം തന്നെ ഈ കുരുന്നുകൾ വിദ്യാരംഭം കുറിക്കുന്നു എന്നുള്ള പ്രത്യേകതയും ഈ തുഞ്ചൻ സ്മാരകത്തിലുണ്ട്. നമുക്ക് അത് കൃത്യമായി തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഒരു വശത്ത് നൃത്തത്തിൽ വിദ്യാരംഭം കുറിക്കാനായിട്ട് പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംഗീതത്തിൽ വിദ്യാരംഭം കുറിക്കാനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഉണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഈ ആദ്യാക്ഷരം അടക്കം കുരുന്നുകൾ കുറിക്കുന്ന ഒരു കാഴ്ച. അതായത് വളരെ സന്തോഷകരമായ, വളരെ മനോഹരമായ ആ കാഴ്ച നമുക്ക് രാവിലെ മുതൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയാണ് കുരുന്നുകൾ, അതായത് ഭൂരിഭാഗം, നമുക്കറിയാം നേരത്തെയൊക്കെ നമ്മൾ കണ്ടിരുന്നത് കുരുന്നുകൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട്, പക്ഷെ അവര് കുറച്ചുകൂടി ഈ സന്തോഷത്തോടു കൂടി ഈ ആദ്യാക്ഷരം. ശരി, ശരണാണ് തിരുവനന്തപുരത്ത് മണക്കാട് തുഞ്ചൻ സ്മാരകത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം പനച്ചിക്കാട് നിന്ന് ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, അവിടെയും നല്ല തിരക്ക് തന്നെയായിരുന്നു രാവിലെയൊക്കെ കാണാൻ കഴിഞ്ഞത്. ഇപ്പോഴെങ്ങനെയുണ്ട് അവിടെ കാഴ്ച? എത്ര മണിവരെയാണ് അവിടെ എഴുത്തിനിരുത്തലിനൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്? ദിവ്യ, വൈകുന്നേരം വരെ ചടങ്ങുകൾ ഉണ്ടാകും. തിരക്കിന് യാതൊരു വ്യത്യാസവുമില്ല. പ്രത്യേകിച്ച് ഏതാണ്ട് 5000-ഓളം പേരാണ് ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവർക്ക് മാത്രമാണ് അവസരമുള്ളത്. നമ്മൾ ഈ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാകും. വലിയ തിരക്ക് തന്നെ ഇപ്പോഴും അനുഭവപ്പെടുന്നു. പ്രത്യേകിച്ച് രക്ഷിതാക്കളുടെ മടിയിൽ ഇരുന്നു കൊണ്ടാണ് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുന്നത്. ആചാര്യന്മാർ ഇതിന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ആ നിർദ്ദേശം അനുസരിച്ച് ഈ കുട്ടികൾക്ക് രക്ഷിതാക്കൾ തന്നെ, ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ അച്ഛൻ നിന്നുകൊണ്ട് ആദ്യം നാവിൽ സ്വർണം കൊണ്ടും തുടർന്ന് അരിയിലും എഴുതിക്കുന്ന ഒരു രീതിയാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷം മുതൽ തന്നെ കോവിഡ് ഒരു പശ്ചാത്തലത്തിൽ വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തവണ കുറച്ചുകൂടി നിയന്ത്രണങ്ങളിൽ അയവ് വന്നിരിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ്. കുരുന്നുകളെ സംബന്ധിച്ച് പലതരത്തിലുള്ളവരുണ്ട്. ചിലർ വളരെ സന്തോഷത്തോടു കൂടി അക്ഷരം എഴുതുന്നു, അല്ലെങ്കിൽ ഇതിലേക്ക് നീങ്ങുന്നു. ചിലർക്ക് വലിയ പരിഭവവും വേദനകളും ഒക്കെ ഉണ്ടാകുന്നു. അതിനോട് സഹകരിക്കാതെ രക്ഷിതാക്കൾ ബലം പ്രയോഗിച്ച് അക്ഷരം എഴുതിക്കുന്നവരുമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കൗതുകകരമായ കാഴ്ച തന്നെയാണ് ഇത്തവണയും ഇവിടെയൊക്കെയും കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിദ്യാമണ്ഡപം നിറയെ ആളുകളാണ്. വലിയ തിരക്ക് തന്നെ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. താഴെ ക്ഷേത്രത്തിലും ദർശനത്തിന് വലിയ തിരക്ക് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാകുക. എന്തായാലും ഉച്ചവരെയെങ്കിലും ഈ തിരക്കുണ്ടാകുമെന്ന് തന്നെ കരുതേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ചിട്ട് പുറത്തും വലിയ ആളുകൾ തന്നെ വലിയ ക്യൂവായി തന്നെ അക്ഷരം ഈ വിദ്യാമണ്ഡപത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള തിരക്കിലാണ്. എന്തായാലും കോവിഡ് പശ്ചാത്തലമുണ്ട്. വലിയ തിരക്കിൽ തന്നെയാണ് ഈ ചടങ്ങുകൾ മറ്റും നടക്കുന്നത്. പരമാവധി ആളുകൾ എല്ലാവരും മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് ഒരു പരിധിവരെ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമമായി ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആളുകളുടെ നിയന്ത്രണം മറ്റും സാധാരണ 5000 ഒന്നുമല്ല, ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു 50,000-ത്തിനടുത്തെങ്കിലും ആളുകൾ എഴുതുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതിന് നിയന്ത്രണം വരുത്തിയിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. ശരി, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് കെ വി ബൈജു ചേരുന്നുണ്ട്. ബൈജു, അവിടെ തിരക്കുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം കേരളത്തിൽ നിന്ന് വലിയ ഒഴുക്കാണ് അവിടേക്ക് എഴുത്തിനിരുത്തലിനായി കാണാറുള്ളത്. പക്ഷേ ഇത്തവണ എങ്ങനെയാണ്? കോവിഡ് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്താണ് സ്ഥിതി? ദിവ്യ, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് തിരക്ക് കുറവാണെങ്കിലും
കേരളത്തിൽ നിന്നുള്ളവർക്ക് വളരെ ഇന്ന് കുറവാണ്. എന്നാലും നല്ല തിരക്കാണ് ഇപ്പോൾ രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നത്. പുലർച്ചെ 4 മണി മുതൽ തന്നെ എഴുത്തിനിരുത്തൽ ചടങ്ങ് ആരംഭിച്ചു. സരസ്വതി മണ്ഡപത്തിന് സമീപത്തെ ഹാളിലാണ് ഈ വിദ്യാരംഭ ചടങ്ങുകൾ നടത്തുന്നത്. രാമചന്ദ്ര അടിക കർമ്മയുത്തം വഹിക്കുന്നു. 20ഓളം പുരോഹിതന്മാരും ഈ എഴുത്തിനിരുത്തൽ ചടങ്ങിനായി ഉണ്ട്. ഏതായാലും ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങൾ ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടിക്കൊപ്പം രക്ഷിതാക്കൾക്ക് മാത്രമാണ് പ്രവേശനാനുമതി. ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒന്നും തന്നെ ഈ സരസ്വതി മണ്ഡപത്തിന് സമീപത്തേക്ക് പ്രവേശനമില്ല. നമുക്കറിയാം, അതിർത്തി കടക്കാൻ തന്നെ വലിയ കടമ്പയുണ്ട് കർണാടകത്തേക്ക്. അതുകൂടാതെ ക്ഷേത്രത്തിലും കർശന നിയന്ത്രണങ്ങൾ ഇത്തരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സുഗമമായി തന്നെ ഇപ്പോൾ എഴുത്തിനിരുത്തൽ പുരോഗമിക്കുന്നു. 12:30 തിരഞ്ഞെടുപ്പ് ചടങ്ങ് നടക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചവരെ നീളും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ തിരക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിപുലമായ സൗകര്യങ്ങൾ തന്നെയാണ് ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതുവരെ മറ്റ് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ എഴുത്തിനിരുത്തൽ ചടങ്ങ് പുരോഗമിക്കുകയാണ്. ദിവ്യ. ശരി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും ഒപ്പം സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലും കുട്ടികളുടെ എഴുത്തിനിരുത്തൽ ചടങ്ങ് പുരോഗമിച്ചു വരികയാണ്. പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇത്തവണ നല്ല തിരക്കുണ്ട്. കാരണം കഴിഞ്ഞ വർഷം കോവിഡ് ആയതുകൊണ്ട് മിക്കവരും വീടുകളിൽ തന്നെയായിരുന്നു എഴുത്തിനിരുത്തൽ ചടങ്ങുകളൊക്കെ നടത്തിയത്. പക്ഷേ ഇത്തവണ അതിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതുകൊണ്ട് ഇത്തവണ പല കേന്ദ്രങ്ങളിലും എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അതിൽ തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ, മണക്കാട്, ഒപ്പം പനച്ചിക്കാട് തുടങ്ങിയ കേന്ദ്രങ്ങളിലൊക്കെ വലിയ ജനത്തിരക്ക് തന്നെയുണ്ട്. പക്ഷേ ഇത്തവണ ഒരു മാറ്റം, രക്ഷിതാവ് തന്നെയാണ് കുഞ്ഞിനെ എഴുത്തിനിരുത്തുന്നത് എന്നതുണ്ട്. അത് കോവിഡ് നിയന്ത്രണങ്ങളായതുകൊണ്ടാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പലയിടത്തു നിന്നുള്ള കാണുന്നത്. ഇത്തവണയും വിദ്യാരംഭ ചടങ്ങുകളില്ലാതെ തിരൂർ തുഞ്ചൻ പറമ്പ്. ആയിരക്കണക്കിന് ആളുകൾ എത്തിയാൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇത്തവണ എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ തുഞ്ചൻ പറമ്പിൽ ഒഴിവാക്കിയത്. CV അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. തിരൂർ തുഞ്ചൻ പറമ്പിൽ കഴിഞ്ഞ വർഷത്തെ വിദ്യാരംഭ ദിവസത്തെ അതേ സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. ഇത്തവണ വിദ്യാരംഭ ചടങ്ങുകൾക്ക് ഇവിടെ അത്തരം ചടങ്ങുകളെല്ലാം തന്നെ ഒഴിവാക്കിയിരിക്കുകയാണ്. തുഞ്ചൻ പറമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഘോഷം സാധാരണയായിട്ട് വിദ്യാരംഭമാണ്. ഇവിടെ ശരാശരി 4000 കുട്ടികൾ എഴുതാൻ വരാറുണ്ട്. ഒരു കുട്ടി വരുന്ന കൂട്ടത്തിലൊരു കുടുംബം എന്ന് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇത്രയധികം കുട്ടികൾ രക്ഷിതാക്കളും ഒക്കെ വന്നു ചേരുന്ന ഒരു ഉത്സവമാണ്. പക്ഷേ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നമ്മൾ ഈ ഉത്സവഛായയിലുള്ള വിദ്യാരംഭം നടത്താൻ നമുക്ക് സാധിക്കുന്നില്ല. ഇവിടെ പുസ്തകം പൂജയ്ക്ക് വയ്ക്കാനും അതുപോലെ തന്നെ കുട്ടികളുമായി വന്ന് തൊഴുതു പോകുവാനുമുള്ള ഒരു സാഹചര്യമാണ്, ഒരു അനുവാദമാണ് നൽകിയിരിക്കുന്നത്. സാധാരണ ദിവസങ്ങളിൽ വിദ്യാരംഭം കുറിക്കുവാൻ 3-4 പേർക്ക് കുട്ടികൾക്ക് അവസരമുണ്ട്. പക്ഷേ ഇന്ന് പൂർണ്ണമായിട്ടും അത്തരത്തിലുള്ള ചടങ്ങുകൾ മുഴുവൻ ഒഴിവാക്കിയിരിക്കുകയാണ്. തുഞ്ചൻ പറമ്പ് എന്ന ചരിത്രത്തിൽ തന്നെ ഇത് 2ാം തവണയാണ് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ശ്രീ മുരളി വഴുതക്കാട്, അദ്ദേഹം വളരെ കാലമായി ഇവിടെ എഴുത്താശാനാണ്. വിദ്യാരംഭ ദിവസം അനേകം കുട്ടികൾക്ക് അധ്യക്ഷനെ കുറിക്കുന്ന ആളാണ്. ഇങ്ങനൊരു അനുഭവം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെയായിരുന്നു. കാരണം ഇങ്ങനെ കോവിഡിൻ്റെ പ്രശ്നം കാരണം വളരെ ബുദ്ധിമുട്ടായി. കുട്ടികളെ എഴുത്തിനിരുത്തലൊന്നും നടന്നിട്ടില്ല, ആ ചടങ്ങ് നടന്നിട്ടില്ല. പക്ഷേ സാധാരണമായിട്ട് ആയുധപൂജ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വേറൊന്നും നടന്നിട്ടില്ല. ഈ കാഞ്ഞിരത്തിൻ്റെ ചുവട്ടിൽ വന്ന് എഴുതി തൊഴുത് പോകും. കുട്ടികൾ വന്നിട്ട് ഇവിടെ തൊഴുതതിൻ്റെ ശേഷം ഒന്ന് കാഞ്ഞിരത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ട് ഹരിശ്രീ കുറിച്ച് പോകാറാണ് ഇപ്പോൾ പതിവ്. കാരണം ഇപ്പോൾ ഈ 2 വർഷങ്ങളായിട്ട് അതാണ്. മറ്റത് അങ്ങനെയല്ല, ഒരു 6000 കുട്ടികളോളം അവിടെ വന്നിട്ട് എഴുത്തിനിരുത്തി പോകാറുണ്ട്. അത് ഇത്രയും കാലമായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഈ 2 വർഷങ്ങളായിട്ട് വല്ലാത്തൊരു വിഷമം തന്നെയാണത്. കാരണം എവിടെ ഏത് ക്ഷേത്രത്തിൽ എഴുതിയാലും തിരൂർ തുഞ്ചൻ പറമ്പിൻ്റെ ഒരു മഹത്വം അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇത്രയധികം ആൾക്കാർ വരുന്നത്. നമുക്ക് കാഞ്ഞിരമരത്തിൻ്റെ ചുവട്ടിൽ അവിടെ മണലിൽ രക്ഷിതാക്കൾ കുട്ടികളെ കൊണ്ട് എഴുതിക്കുന്നത് അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് കുട്ടിയെ കൊണ്ട് എഴുതിക്കുന്നത് നമുക്ക് കാണാം. സാധാരണഗതിയിൽ വിദ്യാരംഭ മണ്ഡപത്തിലോ അതുപോലെ തന്നെ എഴുത്താശന്മാരുടെ മണ്ഡപത്തിലോ കുട്ടികളെ എഴുത്തിനിരുത്തുന്നതാണ് സാധാരണ ദിവസം വിദ്യാരംഭ ദിവസം പതിവ്. ഇവിടെ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ എഴുതിക്കാറുണ്ട്. കാരണം ഇത് എഴുത്തച്ഛൻ്റെ ഏറെ ആരാധിച്ചിരുന്ന ഒരു പ്രദേശം കൂടിയാണ്. വൈക്കാത്ത കാഞ്ഞിരം എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ
ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടാകും എന്ന വിശ്വാസത്തിൽ ഇവിടെ എഴുതിക്കുകയാണ്. നമ്മളോടൊപ്പം ഇവിടുത്തെ കുട്ടികളുമായി വന്ന രക്ഷിതാക്കൾ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാ എഴുത്തിനത്തിൽ ഇവിടെ നടത്താൻ പറ്റാത്തതിൽ നിരാശയുണ്ടോ? കുറച്ചൊക്കെ ഇവിടെ പറ്റണില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുത്തി തൽക്കാലം. അങ്ങനെ ഇവിടെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ലേ? ഇവിടെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. ഇപ്പോൾ ഇനി അടുത്ത ദിവസം മുതൽ കൂടുതൽ കുട്ടികൾക്കൊക്കെ അവസരം കിട്ടുന്നൊക്കെയാണ് പറയുന്നത്. വീണ്ടും വരുമോ? തീർച്ചയായിട്ടും വരണം. ഇനി രണ്ടാമത് ഇതായി കഴിഞ്ഞാൽ വരും. ഒരു തുഞ്ചൻ പറമ്പിൽ ആദ്യാക്ഷരം കുറിക്കുക എന്നത് വലിയ ഒരു കാര്യമായിട്ട് തന്നെയാണ് മിക്കവരും കരുതുന്നത്. അപ്പോൾ ഇന്നില്ലെങ്കിലും അടുത്ത ദിവസം അതിനുവേണ്ടി വരും എന്നാണ് ഇവിടെ എത്തുന്ന മിക്കവാറും പേരും പറയുന്നത്. എന്താണെങ്കിലും മറ്റിടങ്ങളിൽ വലിയ തിരക്കൊക്കെ അനുഭവപ്പെടുമ്പോൾ പൂർണ്ണമായിട്ടും ഈ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയില്ല എന്ന ഒരു നിരീക്ഷണമുള്ളത് കൊണ്ട് തന്നെ എഴുത്തിനത്തിൽ ചടങ്ങുകൾ പൂർണ്ണമായിട്ടും തുഞ്ചൻ പറമ്പിൽ ഒഴിവാക്കിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തിരൂർ തുഞ്ചൻ പറമ്പിലെ വിവരങ്ങളാണ് അനുമോദ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. വാർത്തയിലേക്ക്. മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ മാത്യൂസ് മാർ സെവേറിയോസിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പരുമല സെമിനാരിയിൽ പ്രഭാത പ്രാർത്ഥനകളോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. 9ാമത് കാതോലിക്കയായി വാഴിക്കപ്പെടുന്നതോടെ അദ്ദേഹം പുതിയ നാമം സ്വീകരിക്കും. എന്ന് പറഞ്ഞാൽ കർത്താവെ കരുണ ചെയ്യണമേ എന്നാണ്. എന്നാൽ ഇവിടെ
മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ മാത്യൂസ് മാർ സെവേറിയൂസിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. പരുമല സെമിനാരിയിലാണ് ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 9ാമത് കാതോലിക്കയായാണ് മാർ സെവേറിയൂസ് വാഴിക്കപ്പെടുന്നത്. ശശിനാരായണൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ശശിനാരായണൻ, അവിടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ അത് രാവിലെ തന്നെ തുടക്കമായിരുന്നു, ഇപ്പോഴും അത് പുരോഗമിച്ചു വരികയാണ്. എന്താണ് വിശദാംശങ്ങൾ? ഇപ്പോൾ മാത്യൂസ് മാർ സേവറിയസിനെ ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കയായി വാഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്ഥാനാരോഹണവും പുതിയ നാമകരണവും ഇപ്പോൾ ചെയ്തിരിക്കുന്നു. പുതിയ കാതോലിക്ക ബാവയെ ബസേലിയസ് മർത്തോമ മാത്യൂസ് തൃതീയൻ എന്ന നാമമാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ പേരിലായിരിക്കും ഇനി ബാബ അറിയിക്കുക. രാവിലെ മുതൽ പ്രഭാത നമസ്കാരത്തോടു കൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. അതിനുശേഷം വിശുദ്ധ കുർബാനയ്ക്കിടയിലാണ് ഇപ്പോൾ കാതോലിക്ക ബാബയായി വാഴിക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത്. സഭയിലെ തന്നെ മുതിർന്ന മെത്രാപ്പൊലീത്തയായ മാർ ക്ലീവീസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാരണത്തിലാണ് ചടങ്ങ് നടന്നത്. ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. പ്രാർത്ഥനകളും പ്രത്യേക ശുശ്രൂഷകളുമാണ് ഇതിന്റെ ഭാഗമായി ഇപ്പോൾ പരുമല ദേവാലയത്തിൽ നടക്കുന്നത്. എന്തായാലും സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷം കൂടെയാണ് ഇപ്പോൾ സമ്മാനിക്കുന്നത്. ഓർത്തഡോക്സ് സഭയുടെ 9ാമത്തെ കാതോലിക്കയും 22ാമത്തെ മെത്രാപ്പൊലീത്തയുമായിട്ടാണ് ഇപ്പോൾ ഡോക്ടർ മാത്യൂസ് മാർ സെവേറിയസിനെ ഇപ്പോൾ കാതോലിക്കയായി വാഴിച്ചിട്ടുള്ളത്.
ദൈവഭക്തിക്കും വേണ്ടി കർത്താവിനോട് നാം പ്രാർത്ഥിക്കുന്നു. ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷനായി ഡോക്ടർ മാത്യൂസ് മാർ സെവേറിയോസ് സ്ഥാനാരോഹണം ചെയ്തിരിക്കുകയാണ്. പരുമല സെമിനാരിയിലാണ് പ്രഭാത പ്രാർത്ഥനകളുടെ ചടങ്ങുകൾ ആരംഭിച്ചത്. 9ാമത് കാതോലിക്കയായാണ് അദ്ദേഹം വാഴിക്കപ്പെടുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഒരിടവേളയ്ക്ക് ശേഷം. വാർത്തയിലേക്ക്. CITU ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് CPM നേതൃത്വത്തിന് കത്ത് നൽകി CK മണിശങ്കർ. എറണാകുളം തൃക്കാക്കരയിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ മണിശങ്കറെ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. CITU സംസ്ഥാന സെക്രട്ടറിക്കും CPM എറണാകുളം ജില്ലാ സെക്രട്ടറിക്കും കത്ത് കൈമാറി. MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, എന്താണ് കത്തിൽ പറയുന്നത്? തനിക്കെതിരായുണ്ടായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ഒരു നീക്കമെന്നാണല്ലേ മനസ്സിലാക്കേണ്ടത്?
തീർച്ചയായും സി കെ മണിശങ്കർ പ്രതിഷേധം തന്നെയാണ് ഇത്തരമൊരു കത്ത് നൽകാൻ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തത്തിന്റെ പേരിലാണ് സി കെ മണിശങ്കറെ പാർട്ടിയിൽ നിന്നും 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന മണിശങ്കറെ സ്ഥാനങ്ങളിൽ നിന്നും നീക്കുക മാത്രമാണ്, അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കുകയാണ് ചെയ്തത്. പിന്നീട് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കൂടി പങ്കെടുത്ത യോഗത്തിൽ, സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത്തരത്തിൽ കടുത്ത ശിക്ഷാ നടപടി എടുക്കാൻ തീരുമാനമായത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ CUT സംസ്ഥാന സെക്രട്ടറിക്കും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്കും കത്ത് കൈമാറിയിരിക്കുന്നത്. CUT സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് നിലവിൽ അദ്ദേഹം. ഒപ്പം ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ CUT സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ്. ചുമട്ടുതൊഴിലാളി ക്ഷേമ നിധി ബോർഡിന്റെ ചെയർമാൻ എന്ന പദവിയും അദ്ദേഹത്തിനുണ്ട്. ഈ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഒഴിവാക്കണമെന്നാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സാഹചര്യത്തിൽ താൻ ഇത്തരം സംഘടനകളുടെ ചുമതലകളിൽ നിന്ന് പ്രസംഗങ്ങളും മറ്റും ചെയ്യുക, മാധ്യമങ്ങളിൽ പേര് വരിക, ഇതൊക്കെ പാർട്ടിക്ക് ഗുണകരമല്ലാത്ത കാര്യമാണ്. ഒപ്പം വ്യക്തിഗതമായി തനിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹം തന്റെ പ്രതിഷേധം ഇപ്പോൾ കൃത്യമായി തന്നെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് ഈ കത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിവ്യ. ശരി, ഹരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. നീലഗിരിയിൽ ഇന്നലെ രാത്രി മയക്കുവെടിവെച്ച നരഭോജി കടുവയ്ക്കായി തെരച്ചിൽ തുടരുകയാണ്. വെടികൊണ്ട കടുവ കാടിനുള്ളിലേക്ക് ഓടിമറയുകയാണ് ഉണ്ടായത്. വനം വകുപ്പിന്റെ പ്രത്യേക ദൌത്യസേനയാണ് കടുവയെ മയക്കുവെടിവെച്ചത്. രതീഷ് വാസുദേവൻ ചേരുകയാണ്. രതീഷ്, കടുവയ്ക്ക് വെടികൊണ്ടോ എന്നുറപ്പാണല്ലേ? ഇപ്പോൾ ഇതിനായുള്ള തെരച്ചിലാണോ നടക്കുന്നത്? ദിവ്യ, തീർച്ചയായും ഇന്നലെ രാത്രി 10 മണിയോടെയാണ് കടുവയെ ഇതേപോലെ മസനഗുഡി തൊപ്പക്കാട് റോഡിൽ ക്രോസ് ചെയ്യുന്നതിനിടയിൽ ഈ പ്രത്യേക ദൗത്യ സംഘത്തിൽ വനപാലകർ മയക്കുവെടി വെച്ചിട്ടുള്ളത്. വെടികൊണ്ട കടുവ കാട്ടിനുള്ളിലേക്ക് മറിഞ്ഞിരുന്നു. ഇന്നലെ രാത്രി ഏറെ വൈകി 3 മണിവരെ ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായിട്ടില്ല. കടുവ ഉൾവനങ്ങളിലേക്ക് പോയിരിക്കാനാണ് സാധ്യത എന്നാണ് വനംവകുപ്പിന്റെ ഇപ്പോഴുള്ള വിലയിരുത്തൽ. കേരളത്തിൽ നിന്നുള്ള 20 അംഗ കേരള വനംവകുപ്പിന്റെ 20 അംഗ ദ്രുതകർമ്മ സേനയും ഇവരോടൊപ്പം ചേർന്നിട്ടുണ്ട്. 160 പേരടങ്ങുന്ന വനംവകുപ്പിന്റെ പ്രത്യേക സംഘമാണ് ഇത്തരത്തിൽ കടുവയെ വെടിവെച്ച് പിടികൂടുന്നതിന് തീരുമാനിച്ച് ഇറങ്ങിയിട്ടുള്ളത്. ഇതിനു മുമ്പ് മദ്രാസ് ഹൈക്കോടതി കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്നാണ് പറഞ്ഞത്. വനംവകുപ്പ് കടുവയെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഹൈക്കോടതി ഇടപെടുകയും മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചിട്ടുള്ളത്. 4 പേരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കടുവയാണെന്ന നിലയിൽ വലിയ ഗൗരവത്തോടെയാണ് സർക്കാരും ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടി മറ്റ് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് കൊണ്ടുപോവുകയോ അതോ അല്ലെങ്കിൽ അത് മൃഗശാല ഉൾപ്പെടെയുള്ളതിൽ മാറ്റുകയോ ചെയ്യണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതിനനുസരിച്ചുള്ള നടപടികളാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ സംയുക്ത സേന നടത്തുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസവും ഈ തിരച്ചിൽ ഇപ്പോഴും പുലർച്ചെയും പ്രത്യേക സേന തുടരുകയാണ്. ഈ പ്രദേശങ്ങളിൽ തന്നെ കടുവ ഉണ്ടാകുമെന്ന കരുതലിലാണ് ഈ പ്രത്യേക സേനയുടെ പരിശോധനയും തെരച്ചിലും ഇപ്പോഴും തുടരുന്നത്. ആനയെ ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണോ പരിശോധന നടക്കുന്നത്? അത് ഇന്നലെ രാത്രിയിലെ ദൃശ്യങ്ങളാണെന്ന് തോന്നുന്നു അല്ലെ രതീഷ്? ഇനി ഇത്രയും സമയമായതുകൊണ്ട് തന്നെ ഈ കടുവയെ കണ്ടെത്താനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ഉൾവനങ്ങളിൽ ആനയെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഉൾവനങ്ങളിലേക്കുള്ള തെരച്ചിൽ പ്രത്യേക ദൗത്യ സംഘം നടത്തുന്നത്. കാരണം വനം റോഡുകളില്ലാത്ത ഭാഗങ്ങളിൽ ആനയെ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട കുങ്കിയാനകൾ ഉൾപ്പെടെ സഹായത്തോടുകൂടിയാണ് തെരച്ചിൽ നടത്തുന്ന പ്രത്യേക ദൗത്യസേന. എന്നാലും ഉൾവനങ്ങളിൽ ഇത് വന്യമൃഗ മേഖലയായതുകൊണ്ട്, ടൈഗർ റിസർവ് ആയതുകൊണ്ട് തന്നെ ഈ കടുവയെ പ്രത്യേകം തിരിച്ചറിയുന്ന സംഘാംഗങ്ങളും കൂടെ വേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റായ കടുവയെ കണ്ടെത്താനുള്ള സാധ്യതകൾ ഏറെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിയുന്ന, ഇതിനെ മാർക്ക് ചെയ്യാൻ അറിയാവുന്ന സംഘാംഗങ്ങളും കൂടെ വേണം. അതുകൊണ്ട് തന്നെ ശ്രമകരമാണ് ഈ കടുവയെ കണ്ടെത്തലും മയക്കുവെടി വെച്ച് പിടികൂടലും. എന്തായാലും പ്രത്യേക 160 പേരടങ്ങുന്ന പ്രത്യേക ദൗത്യ സംഘം ഇപ്പോഴും അതിനുള്ള തിരച്ചിൽ തുടരുകയാണ്. രതീഷ് വാസ്തവനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. കൊല്ലം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടറെ പഞ്ചായത്ത് പ്രസിഡന്റ് കയ്യേറ്റം ചെയ്തുവെന്ന് പരാതി. ശൂരനാട് വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പരാതി. പരിക്കേറ്റ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗണേഷ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഡോക്ടർ തന്നെയും സഹപ്രവർത്തകരെയുമാണ് കയ്യേറ്റം ചെയ്തതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും കുറ്റപ്പെടുത്തുന്നു. വിനോദ് ചേരുകയാണ്. വിനോദ്, പലതവണയായി ഈ രീതിയിൽ സമാന അക്രമങ്ങൾ ഡോക്ടർമാർക്ക് നേരെ ഉണ്ടായത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഇതാ വീണ്ടും എന്താണ് അവിടെ സംഭവിച്ചത്? പരസ്പരം കുറ്റപ്പെടുത്തലുകളും ഉയരുന്നുണ്ടല്ലോ.
ദിവ്യ, കഴിഞ്ഞ ദിവസം പ്രദേശത്ത് ഒരു വൃദ്ധ മരിച്ചിരുന്നു. ഇവരെ വാഹനത്തിൽ ആശുപത്രിയിലെത്തിച്ചു. മരണം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ പുറത്തു വന്ന് അതിന്റെ നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെട്ടത്. എന്നാൽ ഡോക്ടർ ഗണേശ് പുറത്തേക്ക് വരാൻ കൂട്ടാക്കിയില്ല എന്ന പേരിൽ തർക്കമുണ്ടായി എന്നാണ് ഇപ്പോൾ ആരോപണ വിധേയനായ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. ചൂരനാട് വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് ശ്രീകുമാർ. അതേസമയം അകാരണമായി തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഗണേശ് പറയുന്നു. അദ്ദേഹം ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏതായാലും ഇപ്പോൾ ശ്രീകുമാറിനെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം നടന്നത്. സംഘടിതമായി എത്തി തന്നെ ആക്രമിക്കുകയായിരുന്നു എന്ന് ഡോക്ടർ ആരോപിക്കുന്നു. നേരത്തെ ആലപ്പുഴയിലും സമാനമായ രീതിയിൽ ഡോക്ടർക്ക് നേരെ ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലുള്ളൊരു അക്രമം നടന്ന സംഭവം ഉണ്ടായി. ശരി, വി വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ZPay and News 18 Network present Crypto Simplified. നമസ്കാരം. ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് സെപ്പേയും നെറ്റ്വർക്ക് 18ഉം ചേർന്ന് അവതരിപ്പിക്കുന്ന ക്രിപ്റ്റോ സിംപ്ലിഫൈഡിന്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോ കറൻസികളെക്കുറിച്ചുള്ള പുതിയ വാർത്തകളും വിശേഷങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. ബിറ്റ്കോയിൻ വിലയിൽ കുതിച്ചുചാട്ടം. ബിറ്റ്കോയിന്റെ മൂല്യം $55,000 മുകളിലെത്തി. കഴിഞ്ഞ 5 മാസത്തിനിടയിലെ ബിറ്റ്കോയിന്റെ ഏറ്റവും ഉയർന്ന മൂല്യമാണിത്. $2.3 ട്രില്യൺ ആഗോള ക്രിപ്റ്റോ വിപണി. ബിറ്റ്കോയിന് മാത്രം $1.03 ട്രില്യൺ വിപണി മൂല്യമുണ്ട്. എഥേറിയത്തിന്റെ മാർക്കറ്റ് ക്യാപ്പ് $422 ബില്യൺ. ക്രിപ്റ്റോ മാർക്കറ്റ് മൂല്യം 27.52% ഇക്കഴിഞ്ഞ ആഴ്ചയിൽ കൂടിയത്. അമേരിക്കയിലെ 20 മുൻനിര കമ്പനികൾക്ക് ക്രിപ്റ്റോ ഇടപാടുകൾ ഉള്ളതായി ബാങ്ക് ഓഫ് അമേരിക്ക. വാൾട്ട് ഡിസ്നി, ഫോ കോർപ്പറേഷൻ, JP മോർഗൻ തുടങ്ങിയവ അടക്കമുള്ള കമ്പനികളെയാണ് ക്രിപ്റ്റോ ഇടപാടുകൾ ഉള്ളതായി ബാങ്ക് ഓഫ് അമേരിക്ക വ്യക്തമാക്കുന്നത്. മോർഗൻ സ്റ്റാൻലി, സിഗ്നേച്ചർ ബാങ്ക്, വാർണർ മ്യൂസിക് ഗ്രൂപ്പ് എന്നിവയും ക്രിപ്റ്റോ ഇടപാടുകളിൽ സജീവമാണ്. ഡിജിറ്റൽ ആസ്തി ഇടപാടുകളിലൂടെ വിപണി മൂല്യം ഉയർത്താനാണ് ഈ കമ്പനികൾ ലക്ഷ്യമിടുന്നതെന്നും ബാങ്ക് ഓഫ് അമേരിക്ക വിലയിരുത്തുന്നു. സ്വകാര്യതയും ഡാറ്റാ സംരക്ഷണവും ഉറപ്പാക്കി ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആപ്ലിക്കേഷൻ സെഷൻ. സ്വകാര്യതയ്ക്ക് മുൻഗണന നൽകുന്ന ആപ്ലിക്കേഷൻ ഡെവലപ്പർമാരായ ഓക്സനാണ് ഏറ്റവും സുരക്ഷിതമായ ബ്ലോക്ക് ചെയിൻ സാങ്കേതികത്വത്തിൽ സെഷൻ ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. എൻക്രിപ്റ്റഡ് പ്രൈവറ്റ് മെസ്സഞ്ചർ പ്ലാറ്റ്ഫോമിലുള്ള പുതിയ തലമുറ ആപ്ലിക്കേഷനാണ് സെഷൻ. സെൻട്രൽ സെർവറുകളുമായി ആപ്ലിക്കേഷന് ബന്ധമില്ല. ഉപയോക്താക്കളുടെ ഡാറ്റ ഒരു വിധേനയും ആപ്പിൽ നിന്ന് ചോർന്നു പോകില്ലെന്നാണ് ഓക്സൻ ഉറപ്പു നൽകുന്നത്. iOS, ആൻഡ്രോയിഡ്, വിൻഡോസ്, ലിനക്സ് പ്ലാറ്റ്ഫോമുകളിൽ സെഷൻ ആപ്പ് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. മൂന്നാം പാദത്തിൽ NFT വ്യാപാരത്തിൽ വൻ കുതിപ്പ്. സെപ്റ്റംബർ വരെയുള്ള ത്രൈമാസ പാദത്തിൽ $10.7 ബില്യൺ NFT വ്യാപാരമുയർന്നത്. ഇത് ജൂണിൽ അവസാനിച്ച പാദത്തേക്കാൾ 8 മടങ്ങ് കൂടുതലാണ്. ജൂണിൽ അവസാനിച്ച പാദത്തിൽ $1.3 ബില്യൺ മാർച്ചിൽ അവസാനിച്ച പാദത്തിൽ $1.2 ബില്യണിന്റെയും NFT വ്യാപാരമാണ് നടന്നത്. ക്രിപ്റ്റോ കറൻസിക്ക് ഡിമാൻഡ് കൂടിയത് NFT വിപണിയുടെ വളർച്ചയ്ക്ക് പ്രധാന കാരണമായി. ബിറ്റ്കോയിന്റെ മുന്നേറ്റത്തിന് 2 കാരണങ്ങളാണുള്ളത്. ആദ്യത്തേത് ഘടനാപരവും രണ്ടാമത്തേത് സാങ്കേതികവുമാണ്. അഡോപ്ഷൻ റേറ്റിലെ ഉയർച്ച വളരെ ക്രമാനുഗതമായി ഉണ്ടായതാണെന്ന് നമുക്ക് കാണാം. അടുത്തിടെ നമ്മൾ നോക്കിയാൽ അമേരിക്കയിൽ 5 ETF ആപ്ലിക്കേഷനുകൾ ഫയൽ ചെയ്തത് മനസ്സിലാക്കാം. ബിറ്റ്കോയിന്റെ വില 30% വർദ്ധിച്ചതിന് ഒരു കാരണവും ഇതാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് 3-4 ആഴ്ച കൊണ്ടുണ്ടായതാണെന്ന് കാണാം. നേരത്തെ ബിറ്റ്കോയിൻ $5,000 എന്ന സ്ഥിരനിലയിൽ കുറച്ചുകാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിലും ഏറെയായിട്ടുണ്ട്. ഇക്കണക്കിന് പോയാൽ $60,000 വരെ ആകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം അതേപടി നിലനിന്നാൽ വരും വർഷങ്ങളിൽ $100-150 ആയാലും അത്ഭുതപ്പെടാനില്ല. ക്രിപ്റ്റോ സിംപ്ലിഫൈഡിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ച കാണാം. നമസ്കാരം. ZPay and News 18 Network present Crypto Simplified.